ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എട്ട് നോമ്പിന്റെ 5-ാം ദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ കൂട്ട് നാം തേടുകയാണ്. മൂലപാപമായ കൊതി നമ്മിൽ നിന്നും നിർമൂലനം ചെയ്ത് അതിന് പകരമായി മിതഭോജനം എന്ന ഒരു സുഹൃതം അഭ്യസിക്കാനായി. കൊതി നമുക്കറിയാവുന്നതുപോലെ ഭക്ഷണത്തോടുള്ള അമിതമായ താല്പര്യമാണ്. ഉദരം ഭക്ഷണത്തിനും ഭക്ഷണം ഉദരത്തിനും ഉള്ളതാണ്. കർത്താവ് ഇവ രണ്ടിനെയും നശിപ്പിക്കും എന്നാണല്ലോ നമ്മെ വചനം ഓർമ്മപ്പെടുത്തുന്നത്. ഉദരത്തിന് വേണ്ടിയാണോ ഭക്ഷിക്കുന്നത്, അതോ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണോ? പൗലോസ്ലീഹ പറയും, എല്ലാ കാര്യങ്ങളും കൃതജ്ഞതയോടെ ചെയ്യണം, ഭക്ഷിക്കുന്നത് കൃതജ്ഞതയോടെ ഭക്ഷിക്കണം. അങ്ങനെയെങ്കിൽ ഉദരത്തിന് വേണ്ടിയല്ല നാം ഭക്ഷിക്കുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്, അതിനുള്ള ആരോഗ്യം ലഭിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ആരെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ കൊതി എന്ന ഈ ഒരു ദോഷത്തിന്റെ അടിമത്തത്തിലാണ്. അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഈ ഒരു തിന്മയുടെ മറ്റൊരു ഭാവമാണ്. ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വിശപ്പ് അനുഭവിക്കുക, ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഉപരിയായി ചില കാര്യങ്ങൾ തന്നെ കഴിക്കുന്നതിന് വേണ്ടിയുള്ള നിർബന്ധ ബുദ്ധി, അതൊക്കെ ഈ കാലഘട്ടത്തിന്റെ വളർന്നു വരുന്ന പ്രത്യേകതകളാണ്. ഇതെല്ലാം ഈ അമിത ഭോജനത്തിന്റെ, കൊതിയുടെ പര്യായ വശങ്ങളാണ്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെ നാം മിതഭോജനം ശീലിക്കേണ്ടതുണ്ട്. മിതഭോജനം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ശരീരമാണെന്നും അതിനാവശ്യമുള്ള ഊർജം ആവശ്യമുണ്ടെന്നും അതിന് വേണ്ട ആരോഗ്യം ആവശ്യമുണ്ടെന്നും തിരിച്ചറിവോടുകൂടെ ദൈവം തന്നിരിക്കുന്ന ഭക്ഷണം ദൈവത്തിന് മഹത്വപ്പെടുത്തിക്കൊണ്ട് കൃതജ്ഞതാ സ്തോത്രത്തോടുകൂടെ ഭക്ഷിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മിതഭോജനം എന്ന് പറയുന്നത്. മിതഭോജനത്തിന് തൻ്റെ സഹജീവികളോട് കാണിക്കുന്ന ഒരു കരുണയുടെ വശം കൂടി ഉണ്ട് നമുക്ക് തിരിച്ചറിയാം. മറ്റുള്ളവർ ഭക്ഷിക്കേണ്ട ഭക്ഷണം കൂടി കഴിച്ചു തീർക്കേണ്ടവരല്ല നാം, മറിച്ച് പങ്കുവെച്ച് എല്ലാവരും ഹൃദയത്തിന്റെ ഭാഷയിൽ ദൈവത്തിന് ഭക്ഷണത്തെ പ്രതി നന്ദി പറയാൻ വേണ്ടി ഇടയാക്കേണ്ടവരാണ് നാം. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ദൈവമാതാവേ, അമിത ഭോജനം എന്ന തിന്മയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. അതിന് പകരമായി മിതഭോജനം എന്ന സ്വർഗീയ പുണ്യം ഞങ്ങളിൽ ഉണ്ടായി സമൃദ്ധമായി ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ആവേ മരിയ.